ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ പാടിക്കുന്ന് എന്ന സ്ഥലത്തുള്ള ഏബിൾ വില്ലേജിനെ കുറിച്ചാണ്. കണ്ണൂർ ജില്ലയിലെ പാടിക്കുന്നിലാണ് ഈ ഏബിൾ വില്ലേജ് സ്ഥിതി ചെയ്യുന്നുള്ളത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഏബിൾ വില്ലേജ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്, 200 രൂപയാണ്. എൻട്രൻസിൻ്റെ അടുത്തുള്ളൊരു ഗുഹയുണ്ട്, അതിനകത്തേക്ക് നമ്മൾ കടന്നു പോയിട്ടില്ല. ഈ ഒരു കാടിലൂടെയാണ് അങ്ങോട്ട് പോവേണ്ടത്. നമ്മൾ തിരിച്ചു വരികയാണ്. ഇതാണ് നമ്മുടെ എൻട്രി വരുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആനയും അതുപോലെ തന്നെ ഏബിൾ വില്ലേജ് എന്നൊക്കെ എഴുതിയിട്ട് ഒരുപാട് പക്ഷികളുടെ ചിത്രമൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. നമ്മൾ എൻട്രിയിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ വെള്ളം ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിൽസ്, ഹോമോ എറക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ ഇമേജസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് ആ ഒരു ശില്പങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എൻട്രൻസ് നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇരുവശങ്ങളിലുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള പൂക്കളൊക്കെ അലങ്കരിച്ചിട്ടാണുള്ളത്. ഒരുപാട് പൂക്കളുടെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എൻട്രൻസിലേക്ക് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായിട്ടുള്ള ഒട്ടകപ്പക്ഷി, അതുപോലെ തന്നെ യമു, അതുപോലെ തന്നെ അരയന്നം, ഇങ്ങനെയുള്ള പല പക്ഷികളാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റുന്നുള്ളത്. ഒട്ടകപ്പക്ഷിയുടെ കളിയൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് നോക്കിയിരുന്ന് പോകും. ഓടിച്ചാടി കളിക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പക്ഷികളെയും ടർക്കിയും അതുപോലെ തന്നെ അരയന്നത്തിനൊക്കെ കാണുന്നുണ്ട്. ഒരു ഗുഹ പോലുള്ള എൻട്രൻസിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നുള്ളത്. അകത്തേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന വിവിധ തരത്തിലുള്ള പക്ഷികളാണ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള തത്തകൾ, വിവിധ തരത്തിലുള്ള പ്രാവുകൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള എലികൾ, മുയലുകൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മൃഗങ്ങളെയും പക്ഷികളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതിലുപരി വെറൈറ്റി ആയിട്ടുള്ള കുറേ പക്ഷികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ തത്തയുടെ വെറൈറ്റീസും അതുപോലെ തന്നെ കുരങ്ങന്മാരുടെയും പൂച്ചയും അങ്ങനെയുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കുറേ മൃഗങ്ങളും പക്ഷികളും പാമ്പുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ്. ഒരുപാട് മീനുകൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഗ്ലാസിൻ്റെ അതിലൂടെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മീനുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനുകളുണ്ട്. അതിനടുത്ത് നമ്മൾ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് പക്ഷികളുടെ ലോകത്തേക്കാണ്. അതിൻ്റെ ആൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷികളെ എടുത്ത് നമ്മൾ ഫോട്ടോസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നിന്ന് അറിയാൻ പറ്റിയത്. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അത് പക്ഷികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. വിവിധ തരത്തിലുള്ള തത്തകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്രാവുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലേസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കാണുന്നത് നമ്മുടെ വലിയൊരു മീൻ ടാങ്കാണ്. ഇഷ്ടം പോലെ മീനുകളെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് നേരം നമ്മൾ ആ മീനുകളുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. കുട്ടികൾക്കുള്ള പാർക്ക്, കളിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ അവിടെയുണ്ട്. പക്ഷേ നമ്മൾ എത്തിയ ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ട് നമുക്ക് പാർക്കിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ തുള്ളാൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊന്നും കരുതാതെയാണ് പോയിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ ആ ഷോപ്പിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാനുള്ളതേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.